ഹലോ, ഇന്ന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് കേട്ടോ ഉള്ളത്. വന്നിറങ്ങിയപ്പോൾ തന്നെ സ്കിന്ന് ഭയങ്കര അലമ്പായി തുടങ്ങിയിട്ടുണ്ട്. സ്കിന്നൊക്കെ ഇങ്ങനെ പീൽ ചെയ്ത് വരുന്നു. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാനൊരു വെറ്റ് വൈപ്സ് കൊണ്ട് നന്നായിട്ട് ആദ്യം ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ. പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ല, എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ. പിന്നെ നമ്മുടെ MCaffeIൻ്റെ ഒരു ബോഡി മോയ്സ്ചറൈസർ ഉണ്ട്. അതാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഫേസ് മോയ്സ്ചറൈസറൊക്കെ കൊണ്ടുവരാൻ വിട്ടുപോയി. ഇത് ഭയങ്കര നല്ലൊരു എന്താ പറയുക, നല്ല മണമാണ്. പക്ഷേ അധികം ലാസ്റ്റ് ചെയ്യില്ല കേട്ടോ. ലൈക്ക് നമുക്ക് ആ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് നന്നായിട്ട് കിട്ടുമോയെന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ആ ഒരു അപ്ലൈ ചെയ്ത് കുറച്ച് സമയത്തേക്ക് ഭയങ്കര ഒരു ഫ്രഷ്നെസ്സും ആ സ്മെല്ലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്കൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. ഇത് UV-Doxൻ്റെ ഒരു സൺസ്ക്രീനാണ്. ഇത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. എൻ്റെ ഭയങ്കര ആക്നെ പ്രോൺ ആയിട്ടുള്ള ഒരു സ്കിന്നാണ്. ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും അങ്ങനെ എപ്പോഴും ഇഷ്യൂസ് ഉണ്ടാകുന്ന ഒരു സ്കിൻ ടൈപ്പാണ്. അപ്പോൾ ഈ ഒരു സൺസ്ക്രീനിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നിയത്, നമ്മൾ മറ്റേ പ്രൈമറും ഫൗണ്ടേഷനും ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എഫക്റ്റ് ഇല്ലേ, ലൈക്ക് ഒരു എന്താ പറയുക, നല്ലൊരു നമ്മുടെ പോസൊക്കെ ഒന്ന് മിനിമൈസ് ആയിട്ടൊക്കെ ഉള്ളൊരു ഫീല്. നമ്മളൊരു ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എല്ലാവരും ഫൗണ്ടേഷനൊന്നും എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന ആളല്ലല്ലോ. ഒരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീൻ. അപ്പോൾ അങ്ങനെ നമുക്കൊരു പൗഡർ അതിൻ്റെ മുകളിൽ നമ്മളൊന്നും ഇടാതെ പൗഡറൊന്നും അപ്ലൈ ചെയ്യാതെ നമുക്ക് പോകാൻ ധൈര്യമായിട്ട് നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ. പിന്നെയാണ് നമ്മുടെ മെയിൻ ഐറ്റം വരുന്നത്, റെനിയുടെ ഒരു ബ്ലാക്ക് ലിപ്സ്റ്റിക്കാണ്, PH ലിപ്സ്റ്റിക്ക്. ഞാനിതിൻ്റെ ഭയങ്കര ഫാനാണ്. റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന, ലൈക്ക് ഒരെണ്ണം ഉണ്ടെങ്കിൽ ഒരെണ്ണം കൂടെ സ്പെയർ വെക്കാൻ തന്നെ ഇഷ്ടമുള്ളൊരു സാധനമാണ്. നമ്മുടെ ഈ ഒരു നോർമൽ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചിലർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് ആ ഒരു ടിൻറ്റും അല്ലെങ്കിൽ ഒരു മാറ്റ് ഫിനിഷ് അല്ലെങ്കിൽ ഒരു ഗ്ലോസി ഫിനിഷ് അതൊക്കെ ഇഷ്ടമല്ല. ഒരു ലിപ് ബാമൊക്കെയാണ് ഇഷ്ടമായിട്ടുള്ള ഒരാളാണെങ്കിൽ ഇത് ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ. അതേ ഫീലാണ്, പക്ഷേ ഒരു പിഗ്മെൻറ്റ് നമുക്ക് വൈകുന്നേരം വരെ നിൽക്കുകയും ചെയ്യും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഫേസും ബോഡിയൊക്കെ ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നമ്മുടെ ഹെയറും ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പം ഞാൻ എൻ്റെ ട്രീറ്റഡ് ഹെയർ ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ആ ഒരു ചെറിയ അടുത്തടുത്തുള്ള ആ ഒരു കോമ്പാണ് കൊണ്ടുവന്നേക്കുന്നത്. അതുകൊണ്ട് മുടി ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ ആ ഒരു ഉടക്കൊക്കെ ഒന്ന് കളഞ്ഞ് കെട്ടിയെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. അത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഈ മുടി പൊട്ടിപ്പോകുന്നത് ഭയങ്കരമായിട്ട് കുറയുന്നത് ഫീൽ ചെയ്യും. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ബാംഗ്ലൂർ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ഫുഡ് സ്പോട്ട്സ് ഒക്കെ ഒന്ന് പറഞ്ഞു തരുമോ? ഇത് ഞങ്ങൾ ഭയങ്കര പെട്ടെന്ന് ഡിസൈഡ് ചെയ്തിട്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ എങ്ങോട്ട് പോകണം, എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഞങ്ങൾക്ക് വെജ് ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും ഒക്കെ എന്ത് കിട്ടിയാലും കഴിക്കുന്ന ആളുകളാണ്. അപ്പം നല്ല ഫുഡ് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പേഴ്സണൽ മെസ്സേജായിട്ടോ അല്ലെങ്കിൽ കമൻറ്റിലൊക്കെ ഒന്ന് പറഞ്ഞു തരണേ. അപ്പം ഹെയർ നല്ല ഡ്രൈനെസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സെറം കൂടി അപ്ലൈ ചെയ്യാണ്. എല്ലാവരും ഒരു സൈസൊക്കെ മതി എന്നാണ് പറയുന്നത്, പക്ഷേ എനിക്കത് പോരാ. അത്യാവശ്യം കുറച്ചുകൂടെ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറ്. എനിക്ക് കുറച്ചും കൂടെ ഡ്രൈ ആയവരുണ്ട്, ഇങ്ങനെ സ്പ്ലിറ്റൻസൊക്കെ നന്നായിട്ട് വരുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചേറെ സിറം യൂഷ്വലി ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ വിചാരിച്ചു എന്തായാലും പൊടിയും ചൂടും ഒക്കെ അല്ലേ, കെട്ടി വെച്ചിട്ട് പുറത്തേക്ക് പോകാമെന്നാണ് ഇങ്ങനെ വിചാരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഞാൻ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. അത് പക്ഷേ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയി. എങ്ങനെയാണ് നമ്മളുടെ ഒരു ഹെയർ കെയർ എന്ന് പറയുന്നത്. ഞാൻ ഹെയർ വാഷ് ചെയ്തില്ല, ലൈക്ക് ഇവിടുത്തെ വെള്ളം കൂടി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ദിവസം സ്കിപ്പ് ചെയ്ത് നമുക്കങ്ങനെ ചെയ്ത് പോകാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പോയിട്ട് വരാം. ബൈ ബൈ.